ഫുട്ബോൾ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ഫൈനലിന് മുൻപുള്ള ഫൈനലിനായി. ലോക കിരീടം ചൂടാൻ ഏറെ സാധ്യത കൽപ്പിക്കുന്ന രണ്ട് ടീമുകൾ, അതെ, ഫ്രാൻസും സ്പെയിനും. ഈ ലോകകപ്പ് സെമി ഫൈനലിൽ വിജയം പ്രവചിക്കാൻ ഏറെ പ്രയാസമുള്ള പോരാട്ടം. ലോകകപ്പിൽ തുടർച്ചയായ മൂന്നാം ഫൈനൽ ലക്ഷ്യമിട്ടെത്തുന്ന ഫ്രാൻസ്, മറുഭാഗത്ത് ചരിത്രത്തിലെ തങ്ങളുടെ രണ്ടാം ലോക കിരീടം ലക്ഷ്യമിട്ടെത്തുന്ന സ്പെയിൻ. ഇരു ടീമുകളിൽ ആരും വിജയിക്കാം. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 12:30 മത്സരം. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 4 സ്ഥാനക്കാർ സെമി ഫൈനലിലേക്ക് ഒരുമിച്ച് യോഗ്യത നേടുന്നത്. സൂപ്പർ താരം എംബാപ്പയാണ് ഫ്രാൻസിന്റെ കുന്തമുന. കഴിഞ്ഞ ദിവസം 19 വയസ്സിലേക്ക് കടന്ന യുവതാരം ലാമിൻ യമാലാണ് സ്പെയിനിന്റെ കരുത്ത്. സ്ക്വാഡ് ഡെപ്തും ഇതുവരെയുള്ള മത്സരഫലങ്ങളും വെച്ച് നോക്കിയാൽ ഫ്രാൻസിനാണ് മുൻതൂക്കം. എങ്കിലും ലാഫുവന്റെയുടെ സിസ്റ്റത്തിൽ മത്സരഫലം മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു പറ്റം യുവനിരയുണ്ട്. സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഇതുവരെ 38 മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയത്. 18 തവണ സ്പെയിൻ വിജയിച്ചപ്പോൾ 13 മത്സരങ്ങളിൽ ഫ്രാൻസ് വെന്നിക്കൊടി നാട്ടി. 7 മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയും ചെയ്തു. ഇരുവരും അവസാനം ഏറ്റുമുട്ടിയ 5 മത്സരങ്ങളിൽ 3 തവണ സ്പെയിൻ വിജയിച്ചപ്പോൾ 2 മത്സരം ഫ്രാൻസ് വിജയിച്ചു. അവസാനമായി ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 4-നെതിരെ 5 ഗോളുകൾക്ക് സ്പെയിനിനൊപ്പമായിരുന്നു വിജയം. ഈ ലോകകപ്പ് ടൂർണമെന്റിൽ ഫ്രാൻസ് 16 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ 2 ഗോളുകൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ, അതും ഗ്രൂപ്പ് ഘട്ടത്തിൽ. നോക്കൌട്ട് മത്സരങ്ങളിൽ ഫ്രാൻസ് ഇതുവരെ ഒറ്റ ഗോളും വഴങ്ങിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ മറുഭാഗത്ത് സ്പെയിൻ 11 ഗോളുകൾ അടിച്ചപ്പോൾ ഒറ്റ ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ, അതും കഴിഞ്ഞ ബെൽജിയവുമായിട്ടുള്ള ക്വാർട്ടർ ഫൈനലിൽ. 2018 റഷ്യൻ ലോകകപ്പിലെ കിരീട നേട്ടം, 2022 ഖത്തർ ലോകകപ്പിലെ റണ്ണറപ്പ്. ഫ്രാൻസ് ലക്ഷ്യമിടുന്നത് തുടർച്ചയായ 3ാം ലോകകപ്പ് ഫൈനൽ പോരാട്ടമാണ്. മറുഭാഗത്ത് 2010 സൗത്ത് ആഫ്രിക്കൻ ലോകകപ്പിൽ നേടിയ കന്നി കിരീടം തിരിച്ചു പിടിക്കാനാണ് സ്പെയിൻ വരുന്നത്. സെമി ഫൈനൽ കടമ്പ കടന്നു വരുന്നവർക്ക് അർജന്റീന, ഇംഗ്ലണ്ട് മത്സര വിജയികളെയാണ് ഫൈനലിൽ നേരിടേണ്ടി വരിക. 20-ാം തീയതി പുലർച്ചെ 12:30 23ാം ലോകകപ്പ് ഫൈനൽ പോരാട്ടം നടക്കുന്നത്. ആരൊക്കെ ഫൈനലിൽ ഏറ്റുമുട്ടും?